ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം ഒരു റീൽസ് കണ്ടത് തന്നെ കേട്ടോ. ഒരു റീൽസ് കണ്ടതെന്ന് വെച്ചാൽ ഈ ഭർത്താവ് വേറെ ഒരാളായിട്ട് മിണ്ടുന്നതും സംസാരിക്കുന്നത്, കോണ്ടാക്ട് ചെയ്യുന്നത്, ഫോൺ വിളിക്കുന്നത്, അങ്ങനെ അതൊക്കെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. അതിൻ്റെ കാരണം ഭാര്യയുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമായത് കൊണ്ടാണ്. അങ്ങനെയാണ് കേട്ടോ കണ്ടത്. അവരെന്നെ കുറേ ഇംഗ്ലീഷ് പദങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അതെന്താണ് ആ പറഞ്ഞെന്നുള്ളത് എനിക്ക് ഇപ്പോൾ ഇവിടെ പറയാനും കിട്ടുന്നില്ല. ശരിക്കും അത് കറക്റ്റാണ്. അഭിമാനത്തിൻ്റെ പ്രശ്നമാണെന്നും ഭർത്താവ് വേറൊരു പെണ്ണിനായിട്ട് സംസാരിക്കണമെന്നും മിണ്ടണതും വിളിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭാര്യയുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് അവൾ വഴക്കുണ്ടാക്കണത്, പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനത് ശരി വെക്കുന്നുണ്ട്. അതന്നെയാണ് കാരണം. പിന്നെ ഞാൻ വിചാരിക്കാറുണ്ട് ചിലപ്പോൾ ഒരു പെണ്ണുങ്ങളോട് മിണ്ടിന്ന് വെച്ചിട്ട് എന്തിനാ പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിക്കാറുണ്ട്. അതേപോലെ ഈ മദ്യപിച്ച് വരുന്ന ആൾക്കാർ, മദ്യപിച്ച് വന്നിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, അവരോട് വഴക്കുണ്ടാക്കുന്ന ഭാര്യമാരുണ്ട്. ഈ മദ്യപിച്ച് വന്നിട്ട് വഴക്കുണ്ടാക്കുന്ന ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിക്കും അവർക്കൊന്നും മിണ്ടാതെ നിന്നൂടെ. എന്നിട്ട് ഈ മദ്യപിച്ച് വരുന്ന ആൾക്കാർക്ക് വല്ല ബോധം ഉണ്ടാവുമോ? ഈ ആള് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയണതൊക്കെ ആ ആൾക്കുണ്ട വല്ല മണ്ടയിലും കയറാൻ പോകണം. പിന്നെ എന്തിനാ വെറുതെ അവരായിട്ട് വഴക്കുണ്ടാക്കിന? അവർ കുടിച്ച് വന്നിട്ട് അവിടെ നിന്ന് പറയുകയാണെങ്കിൽ അവിടെ പറയട്ടെ. നമുക്ക് നേരെ വെളുത്ത് കഴിഞ്ഞാൽ അവർക്ക് ബോധം തെളിയും. അപ്പം വഴക്കുണ്ടാക്കണം. ആ പറഞ്ഞതിനൊക്കെ മറുപടി നേരം വെളുത്തിട്ട് വേണം പറയാൻ. അപ്പോഴാണ് അത് അവരെ മണ്ടയിൽ കയറുള്ളൂ. ഇത് എന്താ ചെയ്യാന്ന് എന്താണ് മദ്യപിച്ച് വന്ന ആൾ വഴക്കുണ്ടാക്കുന്നതിൻ്റെ ഒപ്പം ഇവരും അതിന് റിപ്ലൈ കൊടുക്കും. അതിന് അവരെന്താണ് ചെയ്യണം അതേപോലെ ചെയ്ത് അത് വലിയൊരു വിഷയമാക്കി കുട്ടികളുടെ മുന്നിലും മാതാപിതാക്കളുടെ മുന്നിലൊക്കെ ഇട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ആകെ വഴക്ക്, വർത്താനം, അടി പിടി ബഹളം അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്താ കാര്യം? അവർക്ക് അവർ ചെയ്തു വരുന്നത് തെറ്റാന്ന് അവർക്ക് മനസ്സിലാക്കണം. അവർ മദ്യപിച്ച് ബോധമില്ലാതെയുള്ള വരുന്നത്. അപ്പോൾ അത് അപ്പോഴൊന്നും പറയരുത്. നേരം വെളുത്തിട്ട് അവരോട് പറഞ്ഞാൽ പോരെ. അപ്പം ഉണ്ടാക്കിയ പോരെ വഴക്ക്. അവർ പറഞ്ഞതിനൊക്കെ റിപ്ലൈ നേരം വെളുത്തിട്ട് കൊടുത്താൽ പോരെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ അതൊരു കാര്യം. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രം. പക്ഷെ അഭിമാനത്തിൻ്റെ പ്രശ്നം ഞാൻ പിന്നെ അപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, വേറെ ഒരു പെണ്ണിനായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്, അതല്ലെങ്കിൽ വേറെ ബന്ധം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ചെയ്യുന്നവർക്കൊരു മര്യാദ ഉണ്ട്. കാരണം ഇത് സ്വന്തം ഭാര്യ അവിടെ നിൽക്കുമ്പോൾ അവരെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബന്ധമുണ്ട് ഉള്ളതൊക്കെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക, റോട്ടിൽ നിന്ന് സംസാരിക്കുക, സമയം വിളിച്ചുകൊണ്ടിരിക്കുക, പിന്നെ അവിടെ പോയി ഫുഡ് കഴിക്കുക, അവരുടെ ഫുഡിൻ്റെ രസം പറയുക, അവരുടെ സ്വഭാവത്തിൻ്റെ ഗുണഗണങ്ങൾ പറയുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഭാര്യയുടെ അഭിമാനത്തിന് ക്ഷതേൽക്കുന്നത്. അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ചെയ്യുന്നവർ ചെയ്യട്ടെ, അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ. പക്ഷെ ഭാര്യയുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു ഭാര്യമാർ സമ്മതിക്കില്ല. അതായത് എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ പിന്നെ ചിലർ ഫോണ് പിന്നെ ഇതാക്കണവരുണ്ടാവും. ഫോണിൽ തിരയുന്ന, ആരായിട്ട് മിണ്ടി, ആരായിട്ട് സംസാരിച്ചെന്നൊക്കെ തിരയുന്ന ആൾക്കാരുണ്ടാവും, ഭാര്യമാരുണ്ടാവും. അതല്ലെങ്കിൽ ആരെ വിളിച്ച്, അല്ലെങ്കിൽ എവിടേക്കോ പോയി ഒരു സംശയത്തിൻ്റെ പേരിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഒരു സംശയത്തിൻ്റെ പേരിലൊക്കെ അവർ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊരു സംശയത്തിൻ്റെ പേരിലൊക്കെ പ്രശ്നം ഉണ്ടാക്കണം ഭാര്യമാർ. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയണത് എന്ത് വേണമെങ്കിൽ ഓരോരുത്തരും ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ചെയ്യണം. നമ്മൾ ഇവിടെ നിന്ന് കിട്ടാത്തതാണല്ലോ മറ്റടുത്ത് തേടി പോകണത്.
അപ്പോൾ ഈ തേടി പോകുന്ന ആൾക്കാർ, വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ റെസ്പെക്റ്റ് കൊടുക്കണം. അവരെ മുന്നിൽ വെച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ചെയ്യണതൊക്കെ പുറത്ത് പോയി ചെയ്തോട്ടെ. ഞാൻ അഭിപ്രായക്കാരത്തി കേട്ടോ. എന്ത് ചെയ്യണ്ടെങ്കിലും പുറത്ത് പോയി ചെയ്തോട്ടെ, നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ നമ്മളെ മുന്നിലേക്ക് നമ്മളെ ഒരുമാതിരി നമ്മളെ അഭിമാനത്തിന് ക്ഷതേൽക്കുന്ന രീതിയിൽ നമ്മൾ മുന്നിൽ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുക. അത് നമ്മളെ അഭിമാനത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. നമ്മളപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒന്നിനും പോരാത്ത ഒരാളാണ്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല, അതുകൊണ്ടാണല്ലോ വേറെ ആൾക്കാരായിട്ട് പെണ്ണുങ്ങളായിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ഫുഡ് ശരിയല്ലാത്തതുകൊണ്ടാണല്ലോ അപ്പുറത്ത് പോയി കഴിക്കണത്, എന്നിട്ട് അവിടുത്തെ രസം പറയണത്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അഭിമാനക്ഷത ഉണ്ട്. അത് സമ്മതിച്ചെടുക്കാൻ പറ്റും. അപ്പം അപ്പോഴാണ് നമ്മൾ വഴക്കുണ്ടാക്കുക, അടിയുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. ചെയ്യണം നമ്മൾ മദ്യപിക്കണം, പുറത്ത് പോയി മദ്യപിച്ചോട്ടെ, മിണ്ടാതെ വന്ന് വീട്ടിൽ കിടന്നോട്ടെ. പെണ്ണുങ്ങളെ അടുത്തേക്ക് പോയിക്കോട്ടെ, പുറത്ത് പോയി എന്ത് വേണം ചെയ്തോട്ടെ. അവരധ്വാനിച്ച പണമാണ്, അവർക്ക് ഇഷ്ടമുള്ള ചെയ്യാം. അപ്പോൾ അവർ അങ്ങനെ ചെയ്തോട്ടെ, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നു. പക്ഷെ ആ ആളെ തന്നെ, ഇവിടെ ഉള്ള ആളെ ചവിട്ടി തേച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചാൽ അപ്പുറത്തെ വീട്ടിലേക്ക് പോവുക, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് കുശലം പറയുക, രാത്രി പാതിര വരെ സംസാരിച്ചുകൊണ്ടിരിക്കുക, വീട്ടിലത്തെ കാര്യങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അവിടുന്ന് ഫുഡ് കഴിക്കുക, എന്നിട്ട് ഇവിടുത്തെ ഫുഡ് കഴിക്കില്ല, ഇവിടുത്തെ ഫുഡിന് രസമില്ല, പഴയതാണ്, പുതിയതാണെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുക. അപ്പോൾ ഒക്കെ നമ്മളുടെ അഭിമാനത്തിന് തന്നെയാണ് ഒരു ക്ഷതം തന്നെയാണത്. അപ്പം അതാണ് പെണ്ണുങ്ങൾ പറയണത്. ഇങ്ങനെ വേറെ ഒരാളായിട്ട് ഭർത്താവ് വേറൊരു പെണ്ണിനായിട്ട് കോണ്ടാക്ട് ഉണ്ട് എന്ന് അറിയുമ്പോൾ പെണ്ണുങ്ങൾ വഴക്കുണ്ടാക്കണം അതുകൊണ്ടാണെന്നാണ് ആ പെണ്ണ് പറഞ്ഞത്. അഭിമാനത്തിൻ്റെ പ്രശ്നം ആയതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും അത് സത്യമാണെന്ന് തോന്നി. അഭിമാനത്തിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ പേരിൽ നമ്മൾ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ അവർ ചെയ്തു, അല്ലെങ്കിൽ അവർ വേറെ ഒരാളായിട്ട് ഇഷ്ടത്തിലായി, അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോയി, അങ്ങനെയുള്ള ആ ഒരു ഇതല്ല ഇത്. ഒരാൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മോടൊപ്പം ഉണ്ടാവേണ്ട ഒരാൾ ഇടക്കലിന് വെച്ചിട്ട് വേറൊരാളിനെ ആയിട്ട് ഈ ബന്ധം മുറിച്ച് വേറൊരാളിനായിട്ട് പോയി കഴിഞ്ഞാൽ പെണ്ണിൻ്റെ അഭിമാനം തന്നെയാണ് പോണത്. പോണോണ്ട് കുഴപ്പമില്ല, അതൊക്കെ അതിൻ്റേതായ രീതിയിൽ. പോക്കിനും ബന്ധം മുറിച്ച് പോണതിന് ഒരു മര്യാദ ഒക്കെ ഉണ്ടല്ലോ, മര്യാദ ഉണ്ട്, അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാന്യമായി ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് അഭിമാനത്തിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബന്ധം നിലനിൽക്കുമ്പോൾ വേറൊരു ബന്ധത്തിലോട്ട് പോകുമ്പോൾ അത് പെണ്ണിൻ്റെ അഭിമാനത്തിന് ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പെണ്ണുങ്ങൾ മറ്റുള്ള പെണ്ണുങ്ങളോട് ഭർത്താക്കന്മാരും മിണ്ടുമ്പോഴും വിളിക്കുമ്പോഴൊക്കെ പെണ്ണുങ്ങൾ പ്രശ്നം ഉണ്ടാക്കണം എന്നാണ് ഞാനും പറയണത്. അപ്പോൾ ആ റീൽസിലും പറഞ്ഞത് അത് തന്നെയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ സംസാര വിഷയം. അപ്പോൾ ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.